ഭഗവത്പാദം ശങ്കരം ശങ്കരാചാര്യം ഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ശരോ ഗുരുരത്നദേ മൂർത്തിഭേദവിഭാഗം വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ അധ്യായം. സവായമാത്മാ സർവേഷാം ഭൂതാനാം അധിപതിഃ സർവേഷാം ഭൂതാനാം രാജാ തദ്യഥാരഥനാഗോചരഥന്നേമൂച ആരാ സർവേ സമർപ്പിതാഃ. ഏവമേവ അസ്മിന്നാത്മനി സർവാണി ഭൂതാനി സർവേ ദേവാഃ സർവേ ലോകാഃ സർവേ പ്രാണാഃ സർവേ ആത്മാനഃ സമർപ്പിതാഃ. തദ്ദേധാരഥനാഭൂചരഥന്നേമൂച ആരാ സർവേ സമർപ്പിതാഃ. രഥത്തിന്റെ നാഭിയിലും അതിന്റെ നേമിയിലും അതിന്റെ പരിധിയിലും അതിന്റെ മധ്യഭാഗത്തും ആയി കാലുകൾ, ആരക്കാലുകൾ ബന്ധിച്ചിരിക്കുന്നു. ഏവമേവ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ദൃഷ്ടാന്തമാണ് എന്നുള്ളതാണ് സിദ്ധാന്തം. ഇതൊരു ദൃഷ്ടാന്തം എന്തിന്? ആത്മാവിൽ സർവവും സമർപ്പിതമായിരിക്കുന്നു. എങ്ങനെ സമർപ്പിതമായിരിക്കുന്നു പറയാം. അത് ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്ന് പറയാം. പക്ഷെ ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം ആത്മാവിൽ നിന്ന് അന്യമാകുന്നു എന്നർത്ഥമില്ല. അതുകൊണ്ട് പറയുന്നത് ആത്മാവിൽ കല്പിതമാണ്. കല്പിതമാണെന്ന് പറയുന്നതുകൊണ്ട് ഇത് അന്യമാണെന്ന് പറയുന്നില്ല. മറിച്ച് എന്താണ്? സർവാത്മാനഃ, സർവവും ആത്മസ്വരൂപം തന്നെ ആത്മാവിൽ നിന്ന് അന്യമായി ഇല്ല. ഈ തത്വത്തെ, പ്രത്യേകാത്മതത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം എന്നതാണ് സിദ്ധാന്തം. മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെ ഒരു ചിത്രം പോലെ കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരിയല്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. അജ്ഞാനം മാത്ര വിവധേ ബ്രഹ്മൈകാത്മ്യഫലസ്യ ബ്രഹ്മവിദ്യ അതിരേകേണ തത്പ്രാപ്തോ നാപരാക്രിയ. ഉപാസന അല്ലെങ്കിൽ ധ്യാനം മാനസികമായ ക്രിയയാണ്. ഇച്ഛാശക്തിയോടുകൂടി ഒരാൾ, കർത്തൃത്വ ബുദ്ധിയുള്ള ഒരുവൻ ചെയ്യുന്ന മാനസിക ക്രിയയാണ് ഉപാസന അല്ലെങ്കിൽ ധ്യാനം.
ആ ഇച്ഛാശക്തി ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ആ സാധാരണ നിയമം അറിയുന്നു, ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, എന്ന തരത്തിലാണ് ഉപാസന ചെയ്യേണ്ടത്. പിന്നെ അതിനുള്ള ആഗ്രഹമുള്ളവൻ തുടർന്ന് പ്രവർത്തിക്കുന്നു. ഇവിടെ ക്രിയ മാനസികം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ ക്രിയ ഇവിടെ നിഷ്ഫലമാണ്. ഇവിടുത്തെ ഫലം എന്താണ്? ബ്രഹ്മൈകാത്മ്യ ഫലം. അതാണ് ഇവിടുത്തെ ഫലം. ബ്രഹ്മേകത്വബോധം, ആത്മേകത്വബോധം, സർവാത്മഭാവം എന്നെല്ലാം പറയുന്നു. ഒന്ന് ആ ഫലത്തിന് ക്രിയ കൊണ്ടെന്ത് ചെയ്യാണ്? ക്രിയ അവിടെ നിഷ്പ്രയോജനമാണ്. അത് മാനസിക ക്രിയ ആയാലും ശരി, ധ്യാനമായാലും ശരി. അത് നമ്മൾ 2 ദിവസം മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇവിടെ ക്രിയ എന്തുകൊണ്ട് നിഷ്ഫലമാകുന്നു പറയുന്നു? അജ്ഞാനമാത്ര വ്യവധി. ഇത് ഒരു ഫലമല്ല. ഉപാസിച്ചാൽ അതിന്റെ ഫലമുണ്ടാവും. ലൗകികമായ ഫലങ്ങൾ, അലൗകികമായ ഫലങ്ങൾ, ഇനി സമാധി വരെയുള്ള ഫലങ്ങളുണ്ടാവും. യത്നത്തിന്റെ ഫലമാണ്. ഇത് ഫലമല്ല. എന്തുകൊണ്ട്? അജ്ഞാനം മാത്ര വ്യവധേഹി. ഈ സർവാത്മബോധത്തിന് തടസ്സമായിരിക്കുന്നത് അജ്ഞാനം മാത്രമാണ്, മറ്റൊന്നൊരു തടസ്സമല്ല. അതുകൊണ്ടാണ് ക്രിയ അവിടെ നിഷ്പ്രയോജനം എന്ന് പറയുന്നത്. ഏത് ഫലങ്ങളും ആർജിക്കുന്നതിന് ക്രിയ കൂടി തീരും. അപ്പോൾ ആ ഫലങ്ങളെല്ലാം ക്രിയയുടെ ക്രിയാഫലമായിട്ട് വരും. കൈലാസത്തെയോ വൈകുണ്ഠത്തെയോ ഒക്കെ പ്രാപിക്കണമെങ്കിൽ ഇവിടെ യത്നം ആവശ്യമാണ്. ഉപാസനകൾ, ധ്യാനം ആവശ്യമാണ്. സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്തിനെങ്കിലും ഒന്നിനെ സാക്ഷാത്കരിക്കും, പ്രത്യക്ഷമാക്കണം. അത് വലുതായാലും ചെറുതായാലും ഇവിടെ യത്നം ആവശ്യമാണ്. ചക്ഷുരേന്ദ്രിയം വിഷയത്തെ ഗ്രഹിക്കുന്നു, ഇന്ദ്രിയങ്ങൾ, ഓരോ ഇന്ദ്രിയങ്ങളും അതാത് വിഷയത്തെ പ്രത്യക്ഷമാക്കുന്നു. അവിടെയൊക്കെ യത്നം ആവശ്യമാണ്. ഇന്ദ്രിയ പ്രവൃത്തി ആവശ്യമാണ്. അതിന് വലുതായി ശിവനെ, വിഷ്ണുവിനെയോ എന്തിനു സാക്ഷാത്കരിച്ചാലും ശരി, ഏത് രൂപത്തെ സാക്ഷാത്കരിച്ചാലും അവിടെയെല്ലാം യത്നം ആവശ്യമാണ്. യത്നഫലമായിരിക്കും സാക്ഷാത്കാരം. പരിശ്രമിച്ച് നേടുന്നതായിരിക്കും സാക്ഷാത്കാരം. ഇവിടെ സാക്ഷാത്കാരത്തിന് മറ്റൊരു വിശേഷതയാണ്. നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തു. ക്രിയാഫലങ്ങൾ, സംസ്കാര്യം, ആപ്യം, വികാര്യം എന്നെല്ലാം പറഞ്ഞ അഭേദങ്ങളെ അവിടെ ചർച്ച ചെയ്തു. പ്രവൃത്തിയിലൂടെ നേടിയെടുക്കുന്നു. അത് പലതരത്തിലാകാം. സംസ്കാര്യമാകാം, വികാര്യമാകാം, ആപ്യമാകാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ സാക്ഷാത്കാരമെന്നോ അല്ലെങ്കിൽ സർവഭാവാപത്തിയെന്നോ ജീവപരേകത്വമെന്നോ പറയുന്നതിന് ഉള്ള വിശേഷത എന്താണ്? ഇവിടെ അജ്ഞാനനാശം അത്രയേ ഉള്ളൂ. ഇരുള് നശിക്കുന്നു എന്ന് പറയുന്ന പോലെ അജ്ഞാനനാശം മാത്രമേ ഉള്ളൂ ഇവിടെ സംഭവിക്കേണ്ടത്. അജ്ഞാനനാശം എന്ന് പറയുമ്പോൾ എന്തോ ഒരു വസ്തു ഉണ്ടായിരുന്നിട്ട് നശിക്കുന്നതല്ല. ഒരു വസ്തു ഉണ്ടായിരുന്നതിന് നശിക്കുകയാണെങ്കിൽ അവിടെ ക്രിയയുടെ ആവശ്യമുണ്ട്. ഏത് വസ്തുവിന് നാശത്തിന് ക്രിയ ഹേതുവാണ്. ദ്രവ്യം, ഗുണം, കർമ്മം ഇതിന്റെ എല്ലാം നാശം സംഭവിക്കണമെങ്കിൽ ക്രിയ, കർമ്മം ഹേതുവായി. അജ്ഞാനനാശത്തിന് കർമ്മം ഹേതുവല്ല. എന്തുകൊണ്ട്? അജ്ഞാനം വസ്തുവല്ല. അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. നശിപ്പിക്കേണ്ട
മറ്റു പദാർത്ഥങ്ങളെപ്പോലെ നശിപ്പിക്കേണ്ട ഒരു വസ്തുവല്ല. അതുകൊണ്ടാണ് അജ്ഞാനനാശം മതി എന്ന് പറയുന്നുണ്ട്. ഇതിന് അത് വെളിച്ച കൊണ്ടിരുന്ന് നശിക്കുന്നത് പോലെ എന്താ അജ്ഞാനനാശം? അത് അജ്ഞാനനാശം എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ ജടിലമായ തർക്കങ്ങളെ കാണും. അദ്വൈതികളിൽ തന്നെ പലരും എന്താ അജ്ഞാനനാശം. മേശയുടെ പുറത്ത് പുസ്തകം ഇല്ലായിരുന്നു, അവിടെ പുസ്തകം കൊണ്ടുവച്ചു. മുമ്പ് പുസ്തകം ഇല്ലായിരുന്നു, പുസ്തകം കൊണ്ടുവച്ചു. ഇല്ലാതിരുന്നപ്പോൾ പറയും എന്താണ്, പുസ്തകത്തിന്റെ ഇല്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറയും. പുസ്തകം ഉണ്ടായിരുന്നു എന്നല്ല, പുസ്തകത്തിന്റെ ഇല്ലായ്മ അല്ലെങ്കിൽ അഭാവം ഉണ്ടായിരുന്നു എന്ന് പറയും. ഇനി പുസ്തകം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പറയാം, സാങ്കേതികമായി പറയാം, ആ പുസ്തകത്തിന്റെ അഭാവം നശിച്ചു എന്ന് പറയാം. പുസ്തകം ഇല്ലാതിരുന്നപ്പോൾ പുസ്തകത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. പുസ്തകം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഭാവം പോയി എന്ന് പറയും. ഈ പറയുന്നതിന് എന്താ അർത്ഥം? ഇങ്ങനെ പറയുന്നതാണ്. പുസ്തകത്തിന്റെ ഇല്ലായ്മ ഉണ്ടായിരുന്നു, പുസ്തകത്തിന്റെ ഇല്ലായ്മ നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതറിയണമെങ്കിൽ മേശയിലേക്ക് നോക്കുക. പുസ്തകം വരുന്നതിന് മുമ്പ് അവിടെ മേശ, പുസ്തകം വന്നതിന് ശേഷവും അവിടെ ആ മേശ തന്നെ. മേശയ്ക്ക് മാറ്റമൊന്നുമില്ല, അത് തന്നെ. അഭാവം ഉണ്ടായിരുന്നു, അഭാവം നശിച്ചു എന്നെല്ലാം പറയുന്ന ആ മേശയാണ്, വേറൊന്നുമല്ല. പിന്നെ ഒരു വ്യത്യാസമുണ്ട്. മുമ്പ് അവിടെ പുസ്തകം ഉണ്ടായിരുന്നില്ല, പിന്നെ പുസ്തകം വന്നു. ഈ വ്യത്യാസമുണ്ട്. വാസ്തവത്തിൽ അവിടെ ഉള്ളത് മേശ. ഇനി മേശ ഇത് കാണാൻ വയ്യ, ഇരുളുകൊണ്ട് കാണാൻ വയ്യ. വെളിച്ചം വന്നു. വെളിച്ചം വന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? ഇരുള് നശിച്ചു, വെളിച്ചം വന്നു. നമ്മൾക്ക് കാണേണ്ടത് എന്തിനാണ്? മേശ ആണ് കാണേണ്ടത്. അവിടെ ഇരുള് നശിച്ചു, വെളിച്ചം വന്നു എന്ന് പറയുന്നിടത്ത് മേശയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അവിടെ എന്തെങ്കിലും വന്നോ, എന്തെങ്കിലും പോയി? ഒന്നും അവിടെ വന്നതുപോലെ ഒന്നും പോയതുമില്ല. പുസ്തകം വന്നതുപോലെയും പോയതുപോലെയും അവിടെ ഒന്നും വന്നില്ല, പോയി. എന്നുവെച്ചാൽ മേശയുടെ സ്വരൂപം അതിനൊരു മാറ്റമില്ല. അഭാവം വന്നെന്ന് പറഞ്ഞു പോയെന്ന് പോയി. ആ മേശയുടെ സ്വരൂപത്തിനൊരു മാറ്റമില്ല. ഇരുള് പോയി, വെളിച്ചം വന്നെന്ന് പോയി. മേശയുടെ സ്വരൂപത്തിനൊരു മാറ്റമില്ല. ഒരു മാറ്റം മാത്രം. അതുവരെ മേശയെക്കുറിച്ച് അറിവില്ലായിരുന്നു, വെളിച്ചം വന്നപ്പോൾ മേശ അറിയുന്നു. ഈ ഒരു വ്യത്യാസം മാത്രം. അവിടെയുള്ള വസ്തു ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇരുള് വരുന്നതോ വെളിച്ചം വരുന്നതോ ഒന്നും വസ്തുവിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ ആ ഇരുളെന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ്, പുസ്തകത്തിന്റെ ഇല്ലായ്മയെന്ന് പറഞ്ഞുവല്ലോ. മറ്റൊന്നുമില്ല. അത് വെളിച്ചത്തിന്റെ വിരുദ്ധ സ്വഭാവം എന്നേ ഉള്ളൂ. വെളിച്ചം പ്രകാശിപ്പിക്കുന്നു, അത് മറയ്ക്കുന്നു. ആ വിരുദ്ധ സ്വഭാവം കണ്ടുകൊണ്ട് നമ്മൾ അതും ഒരു വസ്തുവാണെന്ന് ധരിച്ചാൽ മറ്റു വസ്തുക്കളുടെ അഭാവം പോലെയല്ല വെളിച്ചത്തിന്റെ അഭാവം. കാരണം മറ്റു വസ്തുക്കൾക്കൊന്നും വെളിച്ചത്തിന്റെ സ്വഭാവമില്ല. പ്രകാശിക്കുക എന്നൊരു സ്വഭാവം മറ്റൊന്നിനുമില്ല, വെളിച്ചത്തിനേ ഉള്ളൂ. അത് പ്രകാശിക്കുന്നു. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ നേരെ വിരുദ്ധ സ്വഭാവം ഇരുള്. ഇപ്പൊ വെളിച്ചം കൊണ്ട് മേശ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരുള് പോയി എന്ന് പറഞ്ഞാൽ അവിടെ മേശ കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല.
അതിന്റെ ദ്രഷ്ടാവ്, അതിനെ കാണുന്നവന് അതിനെ കാണാനും കാണാതിരിക്കാനും പറ്റുന്നു. വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി കാണുന്നു, വെളിച്ചമില്ലെങ്കിൽ കാണുന്നില്ല. പറയുമ്പോൾ എന്താണ്, അതൊരു വസ്തുവിന്റെ നാശം പോലെയാണ്. അഭാവത്തിന്റെ ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ നാശം പോലെ അല്ല. എന്നാൽ അതുപോലെ നമുക്ക് തോന്നും, ഇതൊരു വസ്തുവിന്റെ നാശം പോലെയല്ലേ, ഇരുള് പോയപ്പോ എന്തോ പോയില്ലേ എന്ന് തോന്നും. അവിടെ ഒന്നും വന്നില്ല, പോയില്ല. അത് വെളിച്ചത്തിന് നേരെ വിരുദ്ധമായതുകൊണ്ട് അതും ഒരു വസ്തു പോലെ നമുക്ക് തോന്നുകയാണ്, ഇരുള ഒരു വസ്തുവാണെന്ന് തോന്നുന്നു. മറ്റൊന്നിന്റെ അഭാവത്തിൽ അത് തോന്നാത്തത് മറ്റൊന്നും വെളിച്ചത്തിന്റെ വിരുദ്ധമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇരുള് നശിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അവിടെ വെളിച്ചം വന്നു, അത്രയുള്ളൂ. ഒരു വസ്തു നശിച്ചു എന്നർത്ഥമില്ല. അതുപോലെ ബ്രഹ്മ ഏകത്വം, സർവാത്മഭാവം, അത് ഒരറിവാണ്, അല്ലെങ്കിൽ അറിവിന്റെ ഫലമാണ്. രണ്ടു തരത്തിലും പറയാം. ഇവിടെ അറിവിനെയും അറിവിന്റെ ഫലത്തെയും വേർതിരിക്കാൻ കഴിയത്തില്ല. ഒന്ന് തന്നെ രണ്ടു തരത്തിൽ പറയും. വെളിച്ചം, ഇരുളിന്റെ ഇല്ലായ്മ, അതിനെ വേർതിരിക്കാൻ കഴിയില്ല. വെളിച്ചത്തിന്റെ ഫലം എന്താണ്? ഇരുളിന്റെ നാശം. ഇരുളിന്റെ നാശം അതിനെ വെളിച്ചത്തിൽ നിന്ന് ആർക്കും വേർതിരിക്കാൻ കഴിയില്ല. വെളിച്ചം തന്നെ ഇതാണ് ഇരുളിന്റെ നാശം, ഇത് വെളിച്ചമാണെന്ന് രണ്ടാക്കാൻ കഴിയില്ല. വെളിച്ചം വന്നോ ഇരുള് നശിച്ചു. ഇരുളിന്റെ നാശത്തിൽ വെളിച്ചമുണ്ട്. വസ്തുക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇത് വസ്തുവിന്റെ നാശം എന്ന് നമുക്ക് പറയാം. വെളിച്ചത്തെ ഇരുളിനെ സംബന്ധിച്ച് അത് പറയാൻ വയ്യും. ഇത് വെളിച്ചമാണ്, ഇത് വെളിച്ചത്തിന്റെ നാശമാണ്, അങ്ങനെ വേർതിരിക്കാൻ കഴിയും. അതുപോലെ ബോധം, ആത്മബോധം, ബ്രഹ്മാത്മേകത്വം, സർവാത്മഭാവം എന്ന ഈ ബോധം, നിനക്ക് ആ ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾ പറയും, എന്താണ്, ഇല്ല, അങ്ങനെ ഒരു ബോധം എനിക്കില്ല. തത്വമസി, നീ അറിയുന്നു, അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ഏകത്വ ബോധത്തിന്റെ, സർവാത്മഭാവത്തിന്റെ അഭാവം ഉണ്ടെന്നാണ്. പുസ്തകത്തിന്റെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അഭാവം ഉണ്ടെന്നാണ്. ശരി, എന്നാൽ തത്വമസി ഉപദേശിക്കുന്നു. ഇനി ആ തത്വമാണെന്ന് ഉപദേശിക്കുമ്പോൾ ആ ബോധക്കേട് മാറി. ഓ, അതാണോ ഉപദേശിച്ചത്, അത് മനസ്സിലായി. താൻ ആ പരമാർത്ഥ വസ്തുവാണെന്നുള്ള മനസ്സിലായി. അവിടെ എന്താ സംഭവിച്ചത്? അതുവരെ ഉണ്ടായിരുന്ന അറിയില്ല എന്ന് പറഞ്ഞിരുന്ന അറിവില്ലായ്മ മാറി. പുസ്തകത്തെ അറിയുന്നതുവരെ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു. പുസ്തകത്തെ അറിയുമ്പോൾ അറിവില്ലായ്മ മാറുന്നു. അതിന്റെ സ്വസ്വരൂപത്തെക്കുറിച്ച് ഉപദേശത്തിലൂടെ ഗ്രഹിക്കുന്നതുവരെ ഉണ്ടായിരുന്ന എന്താണ്? അവിടുത്തെ അറിവില്ലായ്മയാണ്. പിന്നെ അറിയുന്നില്ല. നിന്നെ അറിയാമോ? അറിയാം. പക്ഷെ നീ സർവാത്മാവാണതറിയാമോ? അറിയുന്നു. എന്നാ അതാണ് ശരി, എന്നാ അറിയുന്നു. അപ്പൊ അറിവില്ലായ്മ മാറി. ബോധം കൊണ്ട് അറിവില്ലായ്മ മാറുന്നു. വെളിച്ചം കൊണ്ട് ഇരുളും മാറിയ പിന്നെ ശേഷിക്കുന്നില്ല, വെളിച്ചമാണ്. ആ വെളിച്ചം അതിന്റെ ഉറവിടത്തിൽ നിന്ന് വേറെയല്ല, അന്യമല്ല. അപ്പൊ എല്ലാ വെളിച്ചത്തിനും ഒരു ഉറവിടം കാണും, ഒരു ഉത്പത്തിസ്ഥാനം. അതിൽ നിന്ന് അന്യമല്ല വെളിച്ചം. ഇവിടെയും ഈ വിജ്ഞാനം അറിവില്ലായ്മയെ നശിപ്പിച്ചു. ആ വിജ്ഞാനം അതിന്റെ ഉറവിടത്തിൽ നിന്ന് അന്യമല്ല. അതിന്റെ ഉറവിടം, വിജ്ഞാനത്തിന്റെ ഉറവിടമോ അത് സർവവ്യാപകമാണ്, സർവാധാരമാണ്.
അത് തന്നെ സർവവുമായിരിക്കുന്നത്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒന്നും അന്യമല്ലെങ്കിൽ ഈ വിജ്ഞാനം അന്യമാകില്ല. മറ്റൊന്നും അന്യമാകുന്നില്ല. ഈ പ്രപഞ്ചം പോലും, ഈ നാമരൂപങ്ങൾ പോലും ഈ തത്വത്തിൽ നിന്നും അന്യമാകുന്നില്ല. എങ്കിൽ ഈ തത്വത്തെ സംബന്ധിച്ച അജ്ഞാനത്തെ നശിപ്പിച്ച വിജ്ഞാനം അതും അന്യമല്ല. അതന്യമാകുന്നില്ല. അപ്പൊ വിജ്ഞാനം, അതിന്റെ ഫലമായ സർവാപത്തിയെല്ലാം ഒന്നായി. ഏകത്വം എന്ന് പറയുന്നത് ആ തത്വം തന്നെയാണ്. അല്ലെ, ഇരുള് പോയി കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം മാത്രം, വെളിച്ചം മാത്രമാണ്. അഭാവം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മേശം മാത്രം. അതുപോലെ ഇവിടെ ഇരുളം നശിച്ചു കഴിഞ്ഞാൽ, അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിജ്ഞാനം മാത്രം. അവിജ്ഞാനം അതിന്റെ സ്വരൂപത്തിൽ നിന്ന് വേറെയല്ല. എല്ലാത്തിനും ഒരു സ്വരൂപമുണ്ടല്ലോ. പറയുന്നു പ്രപഞ്ചത്തിന്റെ പോലും സ്വരൂപം ബ്രഹ്മമാണ്, ഈ തത്വമാണെന്ന് പറയുന്നു. അപ്പോൾ വിജ്ഞാനത്തിന്റെ സ്വരൂപം ഈ തത്വം തന്നെ, വിജ്ഞാനം മാത്രം. അതാണ് സർവഭാവാപത്തി, സർവാത്മഭാവം, ഏകത്വബോധം, ബ്രഹ്മേകത്വം, ആത്മേകത്വം. ഇതെല്ലാം വിജ്ഞാനം മാത്രമായ സ്ഥിതിയാണ്. വിജ്ഞാനം മാത്രമായ ജാഗ്രതയിലെ സ്ഥിതി എന്ന് പ്രത്യേകം പറയും. കാരണം ഈ ബോധം ഉണ്ടാകുന്നതും പോകുന്നതും ഒക്കെ ജാഗ്രതയിലാണ്. വിജ്ഞാനത്തിന്റെ കേവലസ്ഥിതി സുഷുപ്തിയിലാണ്. അവിടെ ഒന്നും വരുന്നില്ല, പോകുന്നില്ല. കേവലമായ സ്ഥിതി. കേവലമായ സ്ഥിതി ഒരിക്കലും നഷ്ടപ്പെടത്തില്ല, ഒന്നിനും നഷ്ടപ്പെടത്തില്ല. ഭൗതികമായ വസ്തുക്കൾക്ക് പോലും അതിന്റെ സ്വരൂപസ്ഥിതി നഷ്ടപ്പെടത്തില്ല. പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അഗ്നി അതിന്റെ ഉഷ്ണത്തെ ത്യജിക്കുന്നില്ല, ജലം അതിന്റെ ശീതത്വത്തെ കളയുന്നില്ല, സ്വരൂപത്തെ അത് കളയുന്നില്ല. മറ്റെന്തെല്ലാം അതിനോട് കൂടി ചേർന്നാലും ആ സ്വരൂപം മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ സർവസ്വരൂപമായിരിക്കുന്ന വസ്തു ഈ തത്വം ഒരിക്കലും അതിന്റെ സ്വരൂപത്തെ വിടുന്നില്ല. അതിന്റെ സ്വരൂപം എന്താണ്? കേവലമായ വിജ്ഞപ്തി സ്വരൂപം. അതാണ് ആ കേവലമായ വിജ്ഞപ്തി. എവിടെയാണ്? നമ്മുടെ അനുഭവത്തിൽ എവിടെയുള്ളത്? സുഷുപ്തിയിൽ കേവല വിജ്ഞപ്തി. ഒരിക്കലും ഈ വസ്തു അതിന്റെ സ്വരൂപത്തെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ആ വിജ്ഞപ്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സുഷുപ്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള സ്ഥിതി, അതാണ് തുരീയം. ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സർവത്ര സ്വരൂപസ്ഥിതിയുണ്ട്, ഒരു മാറ്റമില്ല. സൃഷ്ടി എന്ന് പറയുന്നത് ജാഗ്രതത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും വേറിട്ട ഒരവസ്ഥയല്ല, അത് സ്വരൂപസ്ഥിതിയാണ്. ആ സ്വരൂപസ്ഥിതി മൂന്നിടത്തും ഒരുപോലെയാണ്. ഒരുപോലെ നിൽക്കുമ്പോൾ അതിനെ തന്നെ പറയുന്നത് തുര്യനാണ്. അതിനെ നമ്മളൊരു ഭാഗത്തായി കൽപ്പിച്ചുകൊണ്ട് പറയുന്നത് അത് സുഷുപ്തിയാണ്. ആ സ്വപ്നത്തിനും ജാഗ്രതത്തിലേക്കും ഏകമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തുര്യനായി. പിന്നെന്താ ജാഗ്രതത്തിലെ വ്യത്യാസം? ജാഗ്രതത്തിൽ ആണ് അറിവില്ലായ്മ ഉണ്ടായത്. അറിവുണ്ടാകുന്നു ഇവിടെ തന്നെ. ഇവിടെ എന്തു വരുന്നു? ആ അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് വരുന്നു.
അതുകൊണ്ട് ആ സ്വരൂപസ്ഥിതിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. അല്ല, അങ്ങനെ ആ സ്വരൂപസ്ഥിതനായിരിക്കുന്ന തത്വത്തിൽ അങ്ങനെ ഒരു അറിവുണ്ടാകാമോ? ആ സ്വരൂപസ്ഥിതനായിരിക്കുന്ന തത്വത്തിലാണ് ഈ മൂന്നവസ്ഥകളും നമുക്ക് അനുഭവവേദ്യമാകുന്നത്. സുഷുപ്തി, സ്വപ്നം, ജാഗ്രത. ആ സുഷുപ്തി അവിടെ പറയാം അത് നിശ്ചലമാണ്. പക്ഷെ സ്വപ്നവും ജാഗ്രതയും അങ്ങനെയല്ലല്ലോ. അവിടെ നാനാതരത്തിലുള്ള അറിവുകളുണ്ട്. ഈ നാനാതരത്തിലുള്ള അറിവുകൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈ അറിവുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ആ സ്വരൂപസ്ഥിതിക്കൊരു ദോഷവും വരുന്നില്ലെങ്കിൽ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന അറിവുകൊണ്ട് അതിന് ന്യൂനതയൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു അറിവുണ്ടാകുന്നതാണ്. അറിവിന്റെ വിശേഷത ഏതാണ്? അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ പ്രഭ ഇവിടെ വന്ന് ഇവിടെയുള്ള ഇരുളിനെ നശിപ്പിക്കുന്നു. പക്ഷെ ആ ഒരു ജോലി അതിന് സൂര്യനില്ല. കാരണം അവിടെ ഇരുളില്ല. അതുകൊണ്ട് സ്വരൂപസ്ഥിതിയിൽ അവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഏകമായി സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. സ്വസ്വരൂപമായി സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. എന്നാൽ എവിടെയാണോ ഇരുളുള്ളത് അതിവിടെയാണ്, ഈ ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിൽ ഇരുളുണ്ടെന്നെങ്ങനെ അറിഞ്ഞു? സ്വാനുഭവം കൊണ്ട്. ഇവിടെ രാത്രി ഇരുളാണെന്നെങ്ങനെ അറിഞ്ഞു? സ്വാനുഭവം കൊണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇരുളുണ്ടെന്ന് അർത്ഥമുണ്ടോ? ഇല്ല, പകലില്ല. അതുപോലെ ഇവിടെ സ്വാനുഭവത്തിലാണ് അജ്ഞോഹം എന്നുള്ള അനുഭവം. എന്ന് പറഞ്ഞാൽ ഇത്ര അർത്ഥമുള്ളത് എന്താണ്? ഈ സ്വസ്വരൂപം അത് പ്രകാശപൂർണമാണ്, അത് സ്വയം പ്രകാശമാണ്, അതറിവാണ് എന്നിരിക്കലും ഇവിടെ ഇപ്പോൾ ഈ ജാഗ്രതത്തിൽ ഞാനത് അങ്ങനെയല്ല ഗ്രഹിക്കുന്നത്. ഈ ഉപാധികളിലൂടെ തന്നെ ഗ്രഹിക്കുന്നുള്ളൂ. ഈ ഉപാധികളിലൂടെ ഗ്രഹിക്കുന്നതിന്റെ പരമാർത്ഥരൂപമല്ല. പരമാർത്ഥം ഈ ഉപാധിരഹിതമാണ്, അല്ലെങ്കിൽ അത് സർവാത്മകമാണ് എന്നുള്ള ഈ ബോധം ആ പരിച്ഛിന്ന ബോധത്തെ നിഷേധിക്കും. പരിച്ഛിന്ന ബോധത്തിന് കാരണമായിരിക്കുന്ന അറിവില്ലായ്മയെ നിഷേധിക്കുന്നു. ഈ അറിവില്ലായ്മ, അജ്ഞാനത്തെ അറിവില്ലായ്മയാണെന്ന് എല്ലാവരും പറയത്തില്ല. അജ്ഞാനം അറിവില്ലായ്മയല്ല. കാരണം അജ്ഞാനമല്ലേ ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. അജ്ഞാനം കൊണ്ടല്ലേ. അജ്ഞാനജന്യം എന്ന് പറയാറില്ലേ. അപ്പോൾ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നതായ ഒന്ന് കേവലം അഭാവം ആകുന്ന എങ്ങനെ എന്ന് ചിലർ പറയും. സൃഷ്ടിക്കണമെങ്കിൽ അത് ഭാവരൂപത്തിലായിരിക്കും. ഈ ജാഗ്രത സ്വപ്നങ്ങൾ ഇതെല്ലാം സൃഷ്ടിക്കുന്നത് അജ്ഞാനമാണെങ്കിൽ ആ അജ്ഞാനം കേവലം അഭാവമായിരിക്കത്തില്ല. അഭാവത്തിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. ശൂന്യം പോലെ. ശൂന്യത്തിൽ നിന്നെന്താ ഉണ്ടാകുന്നൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അജ്ഞാനം ഭാവാത്മകമായ എന്തോ ഒന്നാണ് എന്ന് പറയും. അങ്ങനെയൊരു വിചാര രീതിയുണ്ട്. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഈ ജാഗ്രതത്തിലെ ഈ അറിവ്, ഈ അറിവിന്റെ ഇല്ലായ്മ സുഷുപ്തിയിലുമുണ്ട്. അവിടെ ഈ അറിവുണ്ടായോ? ഇല്ല. പക്ഷെ നേരത്തെ പറഞ്ഞു എന്താണ്? ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് അത് വെളിച്ചം തന്നെ. അഭാവം എന്ന് പറയുന്ന മേശ തന്നെ. ഇവിടുത്തെ ഈ അറിവ്, തത്വബോധം സുഷുപ്തിയിലില്ല. അതുകൊണ്ടാണ് പറയുന്നത് സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട് എന്ന് പറയുന്നത്. ശരി, എന്നാൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉണ്ടല്ലോ അറിവില്ലായ്മ. ഇവിടെയും ഉണ്ട് അറിവില്ലായ്മ. പക്ഷെ ഇവിടെ അറിവില്ലായ്മ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ അറിവുമുണ്ട്. നാനാത്വബോധം.
അപ്പോൾ ഇവിടെ ആ സ്വരൂപസ്ഥിതനായ ആത്മാവ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ട്. ആ അറിവില്ലായ്മ എന്ന് പറയുന്ന ആ സ്വരൂപസ്ഥിതിയാണ്. പക്ഷെ ഇവിടെ വിശേഷമായിട്ട് ജാഗ്രത സ്വപ്നങ്ങളിൽ എന്താ ഉള്ളത്? നാനാത്വ ബോധം, അറിവ്. ഈ അറിവിനെയും അവിദ്യ എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. ഈ അറിവിനെ കുറിച്ച് പറയും. എന്തുകൊണ്ട് ഈ അറിവുണ്ടായി? അത് അറിവില്ലായ്മ കൊണ്ട് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇരുളുകൊണ്ട് പിശാചുണ്ടായെന്ന് പറയുന്നത് വരെ ഉള്ളതാണ്. ഇരുളുകൊണ്ട് പിശാചുണ്ടായെന്നോ, ഇരുളിൽ പിശാചിനെ കണ്ടെന്നോ, ഇരുൾ പിശാചായി മാറിയെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെ. എന്താണ്? ഇരുളേ ഉള്ളൂ അവിടെയെന്നാണ്. ഇരുളിന് വേറിട്ടൊരു പിശാചിനെയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരുളേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് ഈ അറിവില്ലായ്മ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ നാനാത്വബോധമുണ്ട്. പ്രപഞ്ചബോധമുണ്ട്. അതിനെ തുടർന്നു വരുന്ന അഹന്ത, മമത തുടങ്ങി അതിനോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാത്തിൻ്റെ അനുഭവമുണ്ട്. ഈ അനുഭവത്തിന് കാരണം സ്വരൂപബോധമില്ലായ്മയാണെന്ന് പറയുന്നു. അപ്പം ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് ആ ഇല്ലായ്മ ഒരു ഭാവരൂപത്തിലാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ ആ ഇല്ലായ്മ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു വസ്തുവല്ല. അത് സ്വസ്വരൂപം തന്നെ, വിജ്ഞപ്തി സ്വരൂപം തന്നെ. അതുകൊണ്ട് ആ ഇല്ലായ്മയിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ വിജ്ഞപ്തിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. സുഷുപ്തിയിൽ ഏതൊരു വിജ്ഞപ്തിയാണോ നിലനിന്നത് അതിൽ നിന്നാണ് ഈ ജാഗ്രത സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതെന്നേ അർത്ഥമാണ്. ഇല്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സ്വസ്വരൂപത്തിൽ നിന്നുണ്ടായി. അതാണ് ആ ഇല്ലായ്മ. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമതൊരു വസ്തുവില്ല, ദ്വൈത വസ്തുവില്ല. അത് തന്നെയാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത്. തസ്സൃഷ്ടോ തദൈവ അനുപ്രാവശ്യം. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്വരൂപസ്ഥിതിക്ക് മാറ്റം വരത്തില്ലേ? ഒന്ന് മറ്റൊന്നായി മാറുമ്പോൾ അവിടെ കേവല സ്വരൂപസ്ഥിതിയായിരുന്നു, ഇവിടെ ഈ നാനാത്വ ബോധമായി മാറി. അപ്പൊ അതിന് വികാരം വരുന്നു, അങ്ങനെ ദോഷങ്ങൾ വരത്തില്ലേ? സ്വരൂപസ്ഥിതിക്ക് മാറ്റം വന്നാൽ ദോഷങ്ങളാണ്. സ്വരൂപസ്ഥിതിക്ക് മാറ്റം വരാതെ വന്നു കഴിഞ്ഞാൽ ദോഷമില്ല. മരുഭൂമി നനഞ്ഞിട്ട് അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് വേറെ കാര്യം. അത് മരുമരീച്ചിക്കല്ല. മരുഭൂമി നനയാതെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനെ മരുമരീച്ചിക്കാന്ന് പറയും. അതാണ് ജാഗ്രത സ്വപ്നങ്ങളിൽ സംഭവിക്കുന്നത്. അതിൽ ഒരു മാറ്റവും വരാതെ, സ്വസ്വരൂപത്തിലൊരു മാറ്റവും വരാതെ ഇത് ഇങ്ങനെ അനുഭവപ്പെടുന്നു. അത് ഇതിന്റെ സ്വഭാവം എന്നേ പറയാറുള്ളൂ. വേറെ ഒരു ഉത്തരവും വരുന്നു. അതിന് വിശേഷിച്ചൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് അതിനെ മായ എന്ന് വിളിക്കുന്നു. ആണെങ്കിൽ പറയാതെ അതിന്റെ തന്നെ ഒരു സവിശേഷതയാണ്. അതാണ് സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത്. ഇതിനെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ എന്തൊക്കെ ഉണ്ടായോ അതൊന്നും അതിനും ധന്യമല്ല, ആ സ്വരൂപത്തിനും ധന്യമല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ ബോധം ഉണ്ടാകുന്നത് തന്നെ. സുഹൃത്തിയിൽ എന്തെങ്കിലും ബോധം ഉണ്ടാകുന്നില്ല. അവിടെ ചോദ്യമില്ല, ഉത്തരവില്ല, പ്രശ്നമില്ല, സമാധാനമില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരവസ്ഥ വന്നതുകൊണ്ടാണ്. അപ്പൊ സഹജസ്ഥിതിയിൽ ഒരു മാറ്റവും സംഭവിക്കാതെ ജാഗ്രത സ്വപ്നങ്ങൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ജാഗ്രതത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. ഈ
സ്വരൂപസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ വന്ന രണ്ടാമത്തെ അവിദ്യ എന്താണ്? ഈ നാനാത്വബോധം. ഒന്നാമത്തെ അവിദ്യ എന്ന് പറയുന്നത് ഈ ബോധമില്ലാതിരിക്കുക. രണ്ടാമത്തെ അവിദ്യ എന്ന് പറയുന്നത് ഈ നാനാത്വബോധം. മുമ്പെടുത്ത് ഭാഷകാരനെ രണ്ടിനെ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് ഈ നാനാത്വബോധത്തെ നിരാകരിക്കുന്ന അറിവ്. അത് ഈ ബോധത്തിന്റെ തലത്തിൽ തന്നെ ഉണ്ടാകാൻ വഴിയുള്ളൂ. കാരണം ഇവിടെയാണ് ബോധം അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. സുഷുപ്തിയിലെല്ലാം ഉണ്ടായത്. സ്വപ്നത്തിലും ഉണ്ടാകാം, ജാഗ്രതത്തിലും ഉണ്ടാകാം. സ്വപ്നം നമ്മുടെ മുമ്പില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന അർത്ഥശൂന്യം. ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രതാണ്. അപ്പോൾ ജാഗ്രതത്തിൽ ഈ ബോധം, ഈ നാനാത്വബോധത്തെ നിരാകരിക്കുന്ന ബോധം. നാനാത്വബോധം സ്വാഭാവികമായി സഹജമായി ഉണ്ടാകുന്നത് പോലെ ഇതിനെ നിരാകരിക്കുന്ന ബോധം ഉണ്ടാകുന്നില്ല. അതിന് ശ്രുതി, ആചാര്യൻ ഇവരുടെയൊക്കെ സഹായം വേണം. അതുകൊണ്ടുണ്ടാകുന്ന ബോധം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ ബോധസ്ഥിതി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അഭാവം നശിച്ചെന്ന് പറയുന്ന പോലെയുള്ളൂ. അത് ഈ നാനാത്വ ബോധത്തെ നിഷേധിക്കുന്നു. ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. ഒരു മരീചിക സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്ന പോലെ. ഇതെല്ലാം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സ്വസ്വരൂപത്തിൽ അതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു. ആ ബോധം, ആ ബോധത്തിന്റെ ഫലത്തെയും പറയാം. ബ്രഹ്മാവാപ്തി, ബ്രഹ്മപ്രാപ്തി എന്ന് പറയും. അവിടെ പിന്നെ ദ്വൈതത്തിന് നിലയില്ല. ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം, പിന്നെ ഇത് ബ്രഹ്മബോധത്തിന്റെ ഫലം, അങ്ങനെയുള്ള ഭേദം അവിടെ ഇല്ല. സർവഭേദത്തെയും നിഷേധിക്കുന്നതാണ് ആ ബോധം. സർവ ഇരളിനെയും നിഷേധിക്കുന്ന പ്രകാശത്തെ പോലെ ശക്തമായ പ്രകാശം സർവ ഇരളിനെയും നിഷേധിക്കുന്നതുപോലെ മധ്യാഹ്ന സൂര്യൻ ഇരുളിനെല്ലാം നിഷേധിക്കുന്നു. അതുപോലെ ഇതും ഈ ബോധവും സർവഭേദത്തെ നിരാകരിക്കുന്നു. അതിന്റെ ഉപായം ഉപദേശമാണ്. ഈ ബോധം ഉപദേശജന്യമാണ് എന്ന് പറയാം. കാരണം ഇതിന് ഉപദേശം നിമിത്തമായി ഒന്നല്ല. അതെന്ന് പറയുന്നത് ഉപദേശജന്യമാണ്, ഉപദേശങ്ങളുണ്ടാകുന്നതാണ്. ഇതുകൊണ്ട് അറിവില്ലായ്മ നശിച്ചല്ലോ. അതുകൊണ്ട് ഈ ബോധത്തെ പറയാം അജ്ഞാനനാശകമാണ്. ഈ ബോധത്തെ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ ഇതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തത്, അതുപോലെ ഈ ബോധത്തെ സ്വരൂപത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയാം ഇത് സഹജമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സഹജമാണ്, ഇത് സ്വഭാവമാണ് എന്ന് പറയുന്നു. അങ്ങനെ സഹജ സ്വഭാവമായതുകൊണ്ട് ഈ ബോധത്തെ ക്രിയ എന്ന് പറയാൻ പറ്റത്തില്ല, വ്യാപാരം എന്ന് പറയാൻ വയ്യ. മറ്റു കർമ്മങ്ങളെപ്പോലെ അത് വ്യാപാരമല്ല. അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അജ്ഞാനനാശം അതിന്റെ ഫലമല്ല. കാരണം അജ്ഞാനം ഒരു വസ്തുവല്ല, അജ്ഞാനനാശം വസ്തുവല്ല. അതിനെ വസ്തുവാണെന്ന് പറഞ്ഞാൽ അതിനെ പരമാത്മ വസ്തുവായി പറയണം. അന്യമായൊരു വസ്തുവല്ല അതല്ലാതെ. അതുകൊണ്ട് അജ്ഞാനനാശം
അതാണ് സർവാപത്തിക്ക് ഹേതുവായിരിക്കുന്നതെന്ന് പറയുന്നു. ജ്ഞാനമാണ് സർവാത്മഭാവത്തിന് ഹേതുവായിരിക്കുന്നതെന്ന് പറയുന്നു. അതെല്ലാം ഈ തരത്തിൽ മനസ്സിലാക്കും. അതിന് ക്രിയ കർമ്മവുമായിട്ട് ബന്ധമൊന്നുമില്ല. അജ്ഞാനമാത്ര വ്യവധേ, അജ്ഞാനനാശമാണ്. ബ്രഹ്മേകാത്മ്യഫലസിച്ച, ബ്രഹ്മേകാത്മ്യഫലം എന്ന് പറയുന്നത് അതാണ്. ഫലം എന്ന് പറഞ്ഞാലും അത് ക്രിയാഫലം പോലെയുള്ള ഒരു ഫലമല്ല, അത് സ്വസ്വരൂപം തന്നെ. ബ്രഹ്മവിദ്യ അതിരേകേണ, ആ സർവാത്മഭാവത്തിന് ബ്രഹ്മവിദ്യ അല്ലാതെ തത്പ്രാപ്തവും അപരാക്രിയ, അതിനെ പ്രാപിക്കുന്നതിന് വേറെ ക്രിയൊന്നുമില്ല. ഇവിടെയെല്ലാം ആ ഭാഷയുടെ പരിമിതികളെ അതിന്റെ താല്പര്യം കൊണ്ട് നമ്മൾ ഉല്ലംഘിക്കണം, അതിജീവിക്കണം. എന്നുവെച്ചാൽ ഭാഷയുടെ പരിമിതി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നു തദ്ഫലം, വേറെടുത്ത് പറയുന്നത് ഫലമല്ല. ഇവിടെ പറയും അജ്ഞാന വ്യവധാനം, വേറെ പറയും അജ്ഞാനം വ്യവധാനമല്ല. താല്പര്യത്തിലൂടെ അത് മനസ്സിലാക്കണം. ഭാഷ ഇങ്ങനെ പ്രയോഗിക്കാൻ കഴിയും. പിന്നെ പറയുന്നു ബ്രഹ്മവിദ്യ അതിരേകണ തത്പ്രാപ്തു നാപരാക്രിയ. ബ്രഹ്മവിദ്യ മറ്റു വിദ്യകളെ പോലെ ഒരു വിദ്യയാണ്, അല്ല, അത് സുസ്വരൂപം തന്നെ. ഭാഷയിലൂടെ പറയുന്നിടത്ത് താല്പര്യത്തെ ഗ്രഹിക്കുമ്പോൾ ആ ഭാഷയുടെ പരിമിതി ഇല്ലാതാകും. ജ്ഞാനത്തിന് പരിമിതികളില്ല, പക്ഷെ ജ്ഞാനത്തിന് ഉപായമായി സ്വീകരിച്ചിരിക്കുന്ന ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടിവിടെ ക്രിയാസാധ്യമായ ഒന്നല്ല. ഇത് ഇത്രയും വിശദീകരിക്കുന്ന എന്തിനാ? ഇത് ഉപാസനയുടെ ഫലമല്ല എന്ന് പറയാൻ പറ്റും, ധ്യാനഫലമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതിങ്ങനെയാ സംഭവിക്കുന്നത്. ഇത് സംശയിക്കാനൊന്നുമില്ല. ജ്ഞാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സാധാരണ അതെങ്ങനെ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു, എങ്ങനെ അത് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ബോധം സാമാന്യമുള്ളവരാണ് ഇതും മനസ്സിലാക്കുക. ഇവിടെ എന്താണ് ആത്മബോധം, എന്താണ് അജ്ഞാനനാശം എന്നുള്ളത് മനസ്സിലാകും. ജ്ഞാനാദേവ തസിദ്ധിർ വ്യർത്ഥ തതുപാസ. തതുപാസ, ഈ ധ്യാനം അല്ലെങ്കിൽ ഉപാസന എന്തിനു വേണ്ടിയുള്ള ഉപാസന? ഈ ആത്മബോധത്തിന്, സർവാത്മഭാവത്തിന് വേണ്ടിയിട്ടുള്ള ഉപാസന വ്യർത്ഥമാണ് എന്നർത്ഥം. ധ്യാനം വ്യർത്ഥം എന്നല്ല പറയുന്നു, അങ്ങനെ എടുക്കരുത്, ആശയക്കുഴപ്പമുണ്ടാക്കരുത്. മറ്റേത് പ്രവൃത്തിയും പോലെ ധ്യാനിക്കുന്ന പ്രവൃത്തിക്കും ഫലമുണ്ട്, അത് വ്യർത്ഥമാകത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ജ്ഞാനാദേവ തസിദ്ധേഹേ, ഇവിടെ പറയുന്ന സർവാത്മഭാവം അത് ജ്ഞാനം കൊണ്ടാണ് സിദ്ധിക്കുന്നത്. അത് ക്രിയാഫലമല്ല. ഉപാസനയിലൂടെ ജ്ഞാനം, ജ്ഞാനത്തിലൂടെ സർവാത്മഭാവം, അങ്ങനെ ആയാലോ? അതാണ് നേരത്തെ നിഷേധിച്ചത്. ഉപാസനയിലൂടെയല്ല ജ്ഞാനം, ഉപദേശത്തിലൂടെയാണ് ജ്ഞാനം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഉപദേശത്തിലൂടെ ജ്ഞാനം, എന്ത് ജ്ഞാനം? അദ്വൈത ജ്ഞാനം, സർവാത്മജ്ഞാനം, ഏകത്വജ്ഞാനം. ആ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. മറ്റേതെങ്കിലും ജ്ഞാനമാണ് നമുക്ക് ലക്ഷ്യമെങ്കിൽ അവിടെ ഉപാസന ആവശ്യമാണ്. ഏകത്വജ്ഞാനം ഒഴികെ ബാക്കിയുള്ള ജ്ഞാനങ്ങളെല്ലാം നമുക്ക് ഉപാസനയിലൂടെ നേടാം. നമ്മളെപ്പോഴും ജ്ഞാനത്തെ ആർജിക്കുന്നു ഉപാസനയിലൂടെയാണ്. കേൾക്കുന്നു, ചിന്തിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, സർവത്ര ഉപാസനയാണ്. അവിടെ ഏകാഗ്രമായി ചിന്തിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകും. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആത്മബോധം, അത് ജ്ഞാനാദേവ
ആത്മബോധം അതിന്റെ ഫലമായി വരുന്ന സർവാപത്തി ഇതെല്ലാം ജ്ഞാനത്തിലൂടെ സിദ്ധിച്ചതുകൊണ്ട് വ്യർത്ഥാത്തത് ഉപാസന വ്യർത്ഥമാണ്. എന്തുകൊണ്ട്? യദ്വാച അനഭ്യതിതം മനതേ മനസാനയ തദൈവ ബ്രഹ്മത്വം വിദ്ധിത്വം നക്തിദം യതുപാസത. ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതെവിടെ ഇപ്പോ ആചാര്യൻ സ്വന്തം ഭാവനയിൽ എന്തെങ്കിലും പറയുകയല്ല, കൽപ്പനയിൽ പറയുന്നൊന്നുമല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇത്ര അപൂർവമായ കാര്യമായാലും ശരി, അത് പ്രാമാണികമാണെങ്കിൽ സ്വീകരിക്കാം, പ്രാമാണികമല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയത്തില്ല. പ്രമാണവന്തി അധിഷ്ഠാനി കൽപ്യാനി ബഹൂന്യപി അധിഷ്ഠ ശതഭാഗോപി ന കൽപ്യൂ നിഷ്പ്രമാണക. വിദ്വാൻമാരിത് പലയിടത്തും എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമാണ്. യദ്വാച അനഭ്യതിതം, വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. മനസ്സ മനത്തെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ വയ്യ. തദൈവ ബ്രഹ്മ ത്വം വിദ്ധി, അതാണ് ബ്രഹ്മ. നീ അറിയണം. ഇതം യദുപാസതേ, അല്ലാതെ ഉപാസിക്കുന്നൊന്നുമല്ല. ധ്യാനിക്കുന്നത് ബ്രഹ്മത്തെ അല്ല. അതുവെച്ചാൽ ധ്യാനിക്കുന്നത് ഒരിക്കലും സ്വരൂപത്തെ അല്ല. സ്വരൂപത്തെ ധ്യാനിക്കാൻ സാധ്യമല്ല. കാരണം ധ്യാനിക്കുന്ന ധാതാവ് തന്നെയാണ് സ്വരൂപം. ധാതാവിന്റെ പരമാർത്ഥ രൂപമാണ് സ്വരൂപം. അതിനെ ധ്യാനിക്കാൻ കഴിയില്ല. ആത്മാശ്രയദോഷം പറഞ്ഞു. സ്വയം തന്റെ തലയിൽ കാലെടുത്ത് കുത്തുന്ന പോലെ ഇരിക്കുന്നത് അസംഭവമായ കാര്യമാണ്. ഭൂമിയിൽ നിന്നുകൊണ്ട് തലയിൽ കാല് വയ്ക്കുക അസംഭവമാണ്. ബ്രഹ്മധ്യാനം അസംഭവമാണ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ. പിന്നെ ബ്രഹ്മധ്യാനം എന്ന് പറയുന്നത് അത് ബ്രഹ്മത്തിന് നാമരൂപങ്ങളെല്ലാം കൽപ്പിച്ചിട്ട് ആ നാമരൂപങ്ങളാകുന്ന ഉപാധികളിലൂടെ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു. അങ്ങനെയാകാം, അതല്ല ഇവിടെ പറയുന്നു. ഉപാസ്യക്രിയ വ്യാപ്തി അബ്രഹ്മത്വസ്യ ലക്ഷണം ശ്രുതി അകാരി യഥ താതൃ കഥം ബ്രഹ്മേത്യുപാസ്യത. നിങ്ങൾ പറയുന്നു, ഞാൻ ബ്രഹ്മത്തിനെ ധ്യാനിക്കുന്നു, ആത്മാവിനെ ധ്യാനിക്കുന്നു, ആത്മാവിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നു, ബ്രഹ്മത്തെ ധ്യാനിച്ച് ബ്രഹ്മനിഷ്ഠനാകുന്നു. ഇതൊക്കെ എങ്ങനെയെന്നത് പറയാൻ കഴിയുന്നതെന്നാ ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ഉപാസിക്രിയ വ്യാപ്തി, ഒരു ക്രിയയ്ക്ക് വിഷയമാകുക. അത് അതിസൂക്ഷ്മമായ മാനസിക ക്രിയ ആയിക്കൊള്ളട്ടെ, അതിനുള്ള ഉപാസിക്രിയ എന്ന് പറയുന്നു. അത് എവിടെയെങ്കിലും ആ അതിസൂക്ഷ്മമായ മാനസിക ക്രിയ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് അബ്രഹ്മത്വസ്യ ലക്ഷണം. ബ്രഹ്മം അല്ല എന്നുള്ളതിന്റെ ലക്ഷണം അതാണ്. എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സ് ചെന്ന് പറ്റുമെങ്കിൽ അവിടെ മനസ്സിലാക്കണം അത് ബ്രഹ്മമല്ല, അബ്രഹ്മത്വത്തിന്റെ ലക്ഷണം. മനസ്സ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിടത്ത് പിന്നെ എങ്ങനെയാ മനസ്സെത്തിച്ചേരുന്നത്? എങ്ങനെയാ അവിടെ ധ്യാനിക്കുന്നത്? അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് അബ്രഹ്മമാണ്. മറ്റെന്തിനെയോ ധ്യാനിക്കണം. വസ്തു പേരാണ്, പേര് ഇത് തന്നെ കൊടുത്ത് ബ്രഹ്മം എന്ന് കൊടുത്ത്. അങ്ങനെ സംഭവിക്കാണ്. ബ്രഹ്മം എന്നുള്ള പേരിട്ട് ഏതിനെയും വിളിക്കും, കാരണം സർവവും ബ്രഹ്മസ്വരൂപമോ. അതുകൊണ്ട് സൃഷ്ടമായ ഏതിനെയും നമുക്ക് ബ്രഹ്മമെന്ന് വിളിക്കാം, അതിനെ ധ്യാനിക്കാം. പക്ഷെ അത് പരമാർത്ഥ ബ്രഹ്മമല്ല. നമ്മൾ ധ്യാനിക്കുന്ന ഒരു രൂപവും പരമാർത്ഥ ബ്രഹ്മമല്ല. നമ്മൾ ധ്യാനിക്കുന്ന ഒരു നാമവും പരമാർത്ഥ ബ്രഹ്മമല്ല.
ബ്രഹ്മ സർവാത്മകമായിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം പരമാർത്ഥമല്ലേ എന്ന് ചോദിച്ചു. ശരി, ബ്രഹ്മ സർവാത്മകമാണെങ്കിൽ പിന്നെ ഇവിടെ ധ്യാനത്തിന്റെ ആവശ്യം ആരാരും ധ്യാനിക്കാനോ? സർവാത്മകത്തിൽ പിന്നെ ധ്യാനക്രിയ ഇല്ലല്ലോ. ശ്രുതിയാകാരി, ശ്രുതി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നു. പിന്നെ ധ്യാനവും മറ്റും ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു. അതൊക്കെ അസംബന്ധമാണോ? അല്ല. ഇവിടെ പറയുന്നത് തത്വബോധത്തെക്കുറിച്ചാണ്. ആ തത്വബോധത്തിന് ഇപ്പുറമുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം. അവിടെ അതിനു വേണ്ടിയിട്ടാണ് ധ്യാനം മറ്റും ഉപദേശിക്കുന്നത്. ഈ തത്വനിഷ്ഠ സാധിക്കാതെ വന്നാൽ ആ തത്വനിഷ്ഠയിൽ രുചിയില്ലാതെ വന്നു, അങ്ങനെ വരാണ് താല്പര്യമില്ലാതെ. തത്വനിഷ്ഠയിൽ താല്പര്യമില്ലാതെ വരുന്നതിനുള്ള കാരണം മുഖ്യമായും അതിനുള്ള ശേഷിയില്ലായ്മ തന്നെ. ശേഷിയില്ലാത്തത് താല്പര്യമില്ലാതെ വരും. കാരണം സംസ്കാരമാണ് അതിന് കാരണം. ശേഷിയില്ല, താല്പര്യമില്ല. അവിടെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഗുരുക്കന്മാർ ഉപാസക്രിയ നിർദ്ദേശിക്കും. നിങ്ങൾ ഉപാസിക്കുക, ഇന്ന രീതി ഉപാസിക്കുക, ഇന്ന രീതി ഉപാസിക്കുക. ഉപാസന മുഖ്യ ഉപദേശമല്ലെന്നർത്ഥം. പക്ഷെ ഉപാസനയെ കുറിച്ചാണല്ലോ കൂടുതൽ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആചാര്യന്മാർ കൂടുതൽ പറയുന്നത് ഉപാസനയെ കുറിച്ചാണല്ലോ. അത് ശരിയാണ്. കാരണം ഭൂരിപക്ഷം കഴുതകളാണ്. ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത്. അവയ്ക്ക് പറ്റിയ കാര്യങ്ങൾ പറയും. അപൂർവമായി പറയുന്നതായിരിക്കും മുഖ്യമായ കാര്യം. ലോകത്തിനനുസരിച്ച് പറയുന്നത് ലോകത്തിന് മാത്രം യോജിക്കുന്ന കാര്യമാണ്. അത് പരമാർത്ഥമാണ്. പരമാർത്ഥം അതിന് യോഗ്യതയുള്ളവർക്ക് വേണ്ടി മാത്രം പറയും. അത് വളരെ കുറവേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് പ്രാമുഖ്യം കൊടുത്ത് ചർച്ച ചെയ്യാത്തത്. ഇവിടെ ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത് വലിയ സമൂഹത്തെ നോക്കിയിട്ടല്ല. ഇതിന് യോഗ്യതയുള്ള ഒരു ഒന്നോ രണ്ടോ വ്യക്തികളെ നോക്കി പറയുക. ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഒരുപാട് യോഗ്യതകളെ കുറിച്ച് പറയുന്നത്. ആ യോഗ്യതകളൊക്കെ ഉള്ള ഒരു ഉദ്ദേശിച്ച് പറയുകയാണ്. അതിന് ചാർവാകന്റെ സിദ്ധാന്തത്തിൽ പ്രചാരം കിട്ടിയതുപോലെ അദ്വൈതത്തിൽ പ്രചാരം കിട്ടാത്തതാണ്. അത് വരത്തില്ല. ശരി, തത്വജ്ഞാനത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഉപാസനയെ കുറിച്ച് ചിന്തിച്ചാൽ ഉപാസന ആർക്ക് അസാധ്യമാണ്? ഇവിടെ അദ്വൈതത്തിന്റെ സന്ദർഭത്തിൽ സാധാരണ വരുന്ന കർമ്മം എന്നുവെച്ചാൽ കർമ്മയോഗാത്മകമായ കർമ്മം, ഗൗണമായ ഭക്തി, ആരാധനാരൂപത്തിലുള്ള ഭക്തി, ദ്വൈതബുദ്ധിയോടുകൂടിയുള്ള ഭക്തി, അതാണ് ഗുണഭക്തി എന്ന് പറയുന്നത്.
യോഗം, അഭ്യാസം, ശാരീരികവും മാനസികവുമായ പല സിദ്ധിവിശേഷങ്ങളെ ഉണ്ടാക്കുന്ന യോഗം. പിന്നെ ഇതുപോലെ എന്തൊക്കെ ഉണ്ടോ, തന്ത്രമന്ത്ര എന്തൊക്കെയോ പരിപാടികളുണ്ടോ, ഇതെല്ലാം ഉപാസനയിൽപ്പെടുന്നു. എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് ഉപാസന എന്ന് പറയുന്നത്. ഓരോ സന്ദർഭത്തിൽ ഓരോന്നിനും പ്രാധാന്യം വരുന്നത്. ഇതെല്ലാം കൂടെയാണ് ഉപാസന. ഈ ഉപാസന ആർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ്, അതിന്റെ യോഗ്യത എന്താണ്? ഉപാസന ഇല്ലാത്ത ആരുമില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമായാൽ ആ ഏകാഗ്രത എന്ന ഉപാസന, അത് ഉപാസനയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അത്ര ഉപാസനയെ കുറിച്ചാണ്. ആധ്യാത്മികമായ ഉപാസന, ആത്മസംബന്ധിയായിട്ടുള്ള ഉപാസന. ഉപാസനയാണ് വേദത്തിൽ കൂടുതലും വിധിച്ചിരിക്കുന്നത്. ഉപാസന മോശപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല, വളരെ ശ്രേഷ്ഠം തന്നെയാണ്. അതാണ് കൂടുതലും വേദത്തിൽ വിധിച്ചിരിക്കുന്നത്. ആചാര്യന്മാർ ഉപദേശിക്കുന്നു അത് തന്നെ, ആ ഉപാസന. പക്ഷേ ആധ്യാത്മികമായ ഉപാസനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് വിശേഷമായ ചില യോഗ്യതകളൊക്കെ വേണം. ഏതുപാസനയ്ക്കും ബുദ്ധിയുടെ ഏകാഗ്രതയും മറ്റും വേണം. പക്ഷെ അതിൽ കൂടുതലായി ആധ്യാത്മിക ഉപാസനയ്ക്ക് ബുദ്ധിയുടെ ഏകാഗ്രത, ശുദ്ധി എല്ലാം കൂടിയെത്തിക്കും. ആധ്യാത്മിക ഉപാസന എന്ന് പറയുന്നത് ബുദ്ധിക്ക് ഏകാഗ്രത വന്നു കഴിഞ്ഞാൽ അത് ഭൗതികമായ ഏകാഗ്രതയാകാം. അത് ഭൗതിക ഉപാസന എന്ന് പറയും. ശാസ്ത്രജ്ഞന്മാരും മറ്റും ബഹിർമുഖമായി ചിന്തിക്കുന്ന ഭൗതിക ഉപാസനയാണ്. ആധ്യാത്മിക ഉപാസന അങ്ങനെയല്ല. ആത്മീയ ജിജ്ഞാസുക്കൾ ആന്തരികമായി അനുഷ്ഠിക്കുന്നതാണ് ആധ്യാത്മിക ഉപാസന. ഈ ഉപാസനയ്ക്ക് മനഃശുദ്ധി, ഏകാഗ്രതയും രണ്ടും വേണം. ഏകാഗ്രമായ ശുദ്ധമായ മനസ്സുകൊണ്ട് ഉപാസന സാധ്യമാകൂ. അങ്ങനെയാണെങ്കിൽ ദൃശ്യതേതു അഗ്രയാ ബുദ്ധ്യ മനസ്സേവേതി യദ്വജഃ തദാത്മവിദ്യാ വിദ്യർത്ഥം നൗപാസന വിധായകം. ദൃശ്യതേതു അഗ്രയാ ബുദ്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. സൂക്ഷ്മയാ, സൂക്ഷ്മദർശിക്ക്. ഇത് ഉപാസനയെക്കുറിച്ച് പറഞ്ഞാണ്. കാരണം ഉപാസനയ്ക്ക് ഇത് ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ആത്മോപാസനയ്ക്ക് ഇതാവശ്യമാണല്ലോ. ദൃശ്യതേതു അഗ്രയാ ബുദ്ധ്യ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപാസനയാണ് മുഖ്യമെന്ന് കിട്ടുമല്ലോ എന്നാണെങ്കിൽ പറയുന്നതല്ല. ആത്മവിദ്യാവിദ്യർഥ, ആത്മവിദ്യ ബോധിപ്പിക്കുന്നതിനാണ് പറയുന്നത്. ഈ ആത്മവിദ്യ, ഈ പറയുന്ന ആത്മബോധത്തിനും അഗ്രിയമായ ബുദ്ധി ആവശ്യമാണ്. അതിസൂക്ഷ്മമായ ബുദ്ധി അവിടെ ആവശ്യമാണ്. മാലിന്യമില്ലാത്ത ബുദ്ധി അവിടെ ആവശ്യമാണ്. ആത്മബോധത്തിൽ ഉപാസനയ്ക്കും അത് ആവശ്യമാണ്, ആത്മബോധത്തിനും ആവശ്യമാണ്. ഏത് സന്ദർഭത്തിലാണോ ബുദ്ധിയുടെ സൂക്ഷ്മതയെക്കുറിച്ച് പറയുന്നത് അവിടെ അത് മനസ്സിലാക്കും. ഇവിടെ ആത്മബോധത്തിന്റെ സന്ദർഭത്തിൽ പറയുമ്പോൾ ഈ അഗ്രിയമായ ബുദ്ധി, അതിന് സൂക്ഷ്മം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് ആത്മബോധത്തിന് വേണ്ട ബുദ്ധിയെക്കുറിച്ച് പറയുക. ഈ കാന്തത്തിന്
അതിന്റെ ശക്തി വ്യത്യാസമാണ്. ആകർഷണ ശക്തി പലതരത്തിലാണ്. ഒരേ തരത്തിലല്ല അതിന്റെ ഇതനുസരിച്ച് ആകർഷണ ശക്തി വ്യത്യാസം. അതുപോലെ ഈ ബുദ്ധിയുടെ ഗ്രഹണശേഷിയും വേറെ വേറെയാണ്, ഒരുപോലെയല്ല എല്ലാ ബുദ്ധിയും. ഓരോ ജീവന്റെയും ബുദ്ധിയും ഓരോ തരത്തിലാണ് ഗ്രഹണശേഷി. ബുദ്ധിയുടെ സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ ആത്മതത്വത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യമായ ബുദ്ധി, അതാണ് സൂക്ഷ്മബുദ്ധി എന്ന് പറയുന്നത്. അത് ബുദ്ധിയുടെ ഗ്രഹണശേഷിയെ കുറിച്ച് പറയുകയാണ്. അല്ലാതെ ഭൗതികമായ വസ്തുക്കളെ ഗ്രഹിക്കുന്നതിന് ബുദ്ധിക്കുള്ള സൂക്ഷ്മതയല്ല പറയുന്നു. അത് രണ്ട് യോഗ്യതയാണ്. ഭൗതികമായ വിഷയങ്ങളെ അതിസൂക്ഷ്മമായി ഗ്രഹിച്ച് അതിന്റെ തത്വത്തെ വെളിപ്പെടുത്തുന്നവരെ നമ്മൾ പറയും ശാസ്ത്രകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, വലിയ ബുദ്ധിമാന്മാരാണ്, പ്രതിഭാശാലികളാണെന്ന് പറയും. പക്ഷെ ഇവിടെ അതല്ല പറയുന്നു. ഇവിടെ ആത്മതത്വഗ്രഹണ സാമർഥ്യമാകുന്ന ബുദ്ധിസൂക്ഷ്മത. അതിനാണ് ഇവിടെ പറയുന്നത് സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. അതിസൂക്ഷ്മമായി ഗ്രഹിക്കുന്നു എന്ന് പറയുന്ന അതാണ്. രാഗദ്വേഷങ്ങളിൽ മാലിന്യങ്ങളില്ലാത്ത ബുദ്ധി, അന്തർമുഖമായ ബുദ്ധി, ആന്തരികമായ തത്വത്തെ ഗ്രഹിക്കുന്നു. ആ സൂക്ഷ്മതയുടെ ഭാഗമായി വരുന്നതാണ് അതിന്റെ വ്യക്തത, അതിന്റെ സ്പഷ്ടത, അതിന്റെ ദോഷശൂന്യത, അജ്ഞാന സംശയവീര്യങ്ങൾ തുടങ്ങിയ ദോഷങ്ങളില്ലാതിരിക്കുക. ഇതെല്ലാം അഗ്രബുദ്ധിയുടെ വിശേഷതകളാണ്. അതുകൊണ്ട് അഗ്രബുദ്ധി എന്ന് പറയുമ്പോൾ അതിനെ കൊണ്ടുവന്ന് നേരെ ഉപാസനയെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഉപാസനയ്ക്ക് അത് ആവശ്യമാണ്. പക്ഷെ ആത്മബോധത്തിലെ വികല്പരഹിതമായ ബുദ്ധി, സംശയാദി ദോഷങ്ങളില്ലാത്ത ബുദ്ധി, അന്തർമുഖമായ ബുദ്ധി, രാഗദ്വേഷാദികളില്ലാത്ത ബുദ്ധി, ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ശേഷിയുള്ള ബുദ്ധി എന്ന രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം എന്നാണ്. ദൃശ്യ അഗ്രിയാബുദ്ധ എന്ന് പറയുന്നത് കൊണ്ട് ഉപാസനയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. തസ്മത് ആത്മവിദ്യാവിദ്യാർത്ഥം, ആത്മവിദ്യയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഉപാസന വിധായകം അഗ്രബുദ്ധി എന്ന് പറയുന്നത്, സൂക്ഷ്മബുദ്ധി എന്ന് പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, യോഗിയും ഭക്തനും എല്ലാവരും ഇവിടെ ഉപാസകരാണ്. അതിനൊക്കെ വിശേഷമായ ബുദ്ധി ആവശ്യമുള്ളതാണ്. അതിനൊന്നും ഇവിടെ ഇതിനോട് ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉപാസകനും മറ്റും എന്തൊക്കെ വിശേഷമായ ബുദ്ധിയുണ്ടെങ്കിലും ശരി, അതൊന്നും ആത്മബോധത്തിന് ഉപയുക്തമായ ബുദ്ധിയല്ല. അതുകൊണ്ട് അവിടെയും അഗ്രിയാബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഉപാസന എടുക്കരുത്, ധ്യാനത്തെ എടുക്കരുത്. സാറിന് എല്ലാവരും പറയും അങ്ങനെ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ധ്യാനിച്ചാണ് ഇതിനെ വെളിപ്പെടുത്തേണ്ടത്. അങ്ങനെ ധരിക്കില്ല. രജസ തമോനുവിധ്യേന യതോ ന ബ്രഹ്മഗമ്യതേ. വിചാരത്തിന് ഈ സർവാത്മഭാവം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം രജസ് തമോനുവിധ്യേന, രജസ് തമസോടുകൂടി ചേർന്ന ബുദ്ധി, ഇത് വിഷയഗ്രഹണത്തിന് ഇത് മതി. പക്ഷേ ഉപാസനയ്ക്കും ജ്ഞാനത്തിനും ഇത്
ഉപകരിക്കത്തില്ല. വിശേഷ്യം തത്വബോധത്തിന് ബ്രഹ്മനഗമ്യതേ, തത്വബോധത്തിനത് ശരിയാവില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സാമർഥ്യമില്ല, അതുകൊണ്ട് താല്പര്യമില്ല, ശേഷിയില്ല, താല്പര്യമില്ല. രജസ്സും തമസ്സും ചേർന്ന ബുദ്ധിയില്ല, അത് വരത്തില്ല. ബുദ്ധിയിൽ എത്ര രജസ്സുണ്ട്, എത്ര തമസ്സുണ്ട്, എത്ര സത്വമുണ്ടെന്നൊന്നും അളന്നു നോക്കാൻ കഴിയത്തില്ല. അതറിയുന്നത് എങ്ങനെയാണ്? ആത്മതത്വത്തെ സംബന്ധിച്ച് അതിന് എത്രമാത്രം തെളിച്ചമുണ്ട്, വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്, അത് വെച്ചേ അറിയാൻ പറ്റും. അല്ലാതെ അന്ധകരണത്തിന്റെ രാഗദ്വേഷാദികളിലൂടെ അറിയാൻ പറ്റത്തില്ല. അല്ലാതെ അന്ധകരണത്തെ ശുദ്ധമാക്കാനും സാധ്യമല്ല. അശുദ്ധി അന്ധകരണത്തിന്റെ സ്വഭാവമാണ്. ഓരോ ജീവന്മാരിലും ആ സ്വഭാവത്തിന് ഏറ്റക്കുറിച്ചിട്ടുണ്ടാക്കാം, പക്ഷെ അത് ഇല്ലാതാകത്തില്ല. എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ സത്വത്തിന്റെ ആധിക്യത്തെ ഗീതയിലും മറ്റും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ തത്വബോധത്തിന്റെ പ്രകടനത്തിൽ പറയുകയാണ്. ആ തത്വഗ്രഹണത്തിലുള്ള വ്യക്തതയിലൂടെ മനസ്സിലാക്കും. മറിച്ചാണെങ്കിൽ അത് അവ്യക്തമായിരിക്കും. വെളിച്ചമുണ്ടെങ്കിൽ ഇതൊക്കെ പ്രകാശിക്കും, വെളിച്ചമുണ്ടെങ്കിൽ ഇതെല്ലാം മറഞ്ഞിരിക്കും. അതുപോലെ ശുദ്ധചേതസ്ഥയാ തസ്മാത് വിദ്യാത് ബ്രഹ്മാന്തരാത്മ, വിദ്യാത് ബ്രഹ്മാന്തരാത്മനി, അന്തരാത്മാവിൽ സ്വസ്വരൂപത്തിൽ ബ്രഹ്മത്തെ ഗ്രഹിക്കണം. ഈ സ്വസ്വരൂപത്തിൽ ഗ്രഹിക്കണം എന്ന് പറയുന്നത് അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് സ്പഷ്ടതയാണ്. ഒരു കാര്യത്തെ ബാഹ്യമായി ഗ്രഹിക്കുന്നതോറും അത് അസ്പഷ്ടമായിക്കൊണ്ടിരിക്കും. കാലം, ദൂരം, സൂക്ഷ്മം തുടങ്ങിയ കൊണ്ടുവരുന്ന വ്യവധാനം, മറവ് വസ്തുവിന്റെ ഗ്രഹണത്തിന് തടസ്സമാണ്. അതുകൊണ്ട് അതിനെ അസ്പഷ്ടമാക്കും. ദൂരമുള്ളതിന് അടുത്തുള്ളതുപോലെ അറിയാൻ പറ്റും, മറഞ്ഞിരിക്കുന്നതിനെ തെളിഞ്ഞിരിക്കുന്ന പോലെ അറിയാൻ പറ്റും. പൂർവ്വ ഭാവികാലത്തുള്ളതിനെ വർത്തമാനത്തിലുള്ളതുപോലെ ഗ്രഹിക്കാൻ പറ്റും, പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ സ്വരൂപം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ വ്യക്തത. സമീപം തന്നെ വ്യക്തമാണ്. ഇപ്പൊ സ്വസ്വരൂപമാണെങ്കിലോ അത് കൂടുതൽ വ്യക്തമാണ്. ആ വ്യക്തമായ ഗ്രഹണം അത് ഏറ്റവും വ്യക്തമായ ഗ്രഹണം സ്വരൂപഗ്രഹണത്തിലേ സംഭവിക്കത്തുള്ളൂ. വ്യക്തതയെന്നും പറയുമ്പോൾ അവിടെ വീണ്ടും തെറ്റിദ്ധരിക്കരുത്. അതിനെല്ലാം ഈ അജ്ഞാന സംശയങ്ങൾ മാറ്റുക എന്നുള്ളതൊക്കെ കുഞ്ഞു വേറെ അർത്ഥമൊന്നുമില്ല. അതിന്റെ സ്പഷ്ടത എന്ന് പറയുന്നതാണ്. അജ്ഞാനവും മറ്റും മാറുക, അതാണ് അതിന്റെ സ്പഷ്ടം. സംശയവും മറ്റും മാറുന്നതാണ് അതിന്റെ സ്പഷ്ടം. അങ്ങനെ ആ ശുദ്ധിയിലൂടെ വിദ്യാ ബ്രഹ്മ അന്തരാത്മനി സ്വസ്വരൂപത്തിൽ ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കണം. ബുദ്ധിക്കൊരു വിശേഷമുള്ളത് അഗ്രേയായ ബുദ്ധി, സൂക്ഷ്മമായ ബുദ്ധി, അല്ലെങ്കിൽ പ്രഥമമായ ബുദ്ധി എന്നും പറയാം. ഈ ബുദ്ധിയുടെ ജോലി എന്താണ്? മനസ്സിന്റെ ജോലി എന്താണ്? നമ്മൾ സാധാരണ പറയും വിഷയങ്ങളെ ഗ്രഹിക്കുകയാണ് അതിന്റെ ജോലി എന്ന് പറയും. നമ്മൾ മുമ്പിൽ കാണുന്നതിനെയൊക്കെ ഗ്രഹിക്കുക, ലോകത്തെ അറിയുക, ഇതൊക്കെയാണ് മനസ്സിന്റെ ജോലി എന്ന് പറയും. ഇവിടെ വാർത്തകാരൻ പറയുന്നത് അങ്ങനെയല്ല. മനസ്സിന്റെ പ്രഥമമായ ജോലി എന്ന് പറയുന്നത് ആത്മാവിനെ ഗ്രഹിക്കാൻ തുടങ്ങും. രണ്ടാമത് വരുന്നുണ്ട് വിഷയത്തെ ഗ്രഹിക്കുന്നു. സ്വരൂപത്തെ ഗ്രഹിക്കാതെ ഒരിക്കലും അതിന് വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ദീപത്തിന് പ്രകാശിക്കാതെ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല. ദീപം എന്തുകൊണ്ട് പ്രകാശിപ്പിക്കുന്നു, എന്തുകൊണ്ട് ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ. എന്താണ്? അത് പ്രകാശിക്കുന്നുണ്ട്.
അപ്പൊ പ്രാഥമ്യം ഏതിനാണ്? പ്രകാശിക്കുക എന്നുള്ളതിനാണ്. ഇരുണ്ട നാശവും മറ്റും രണ്ടാമതാണ്. അല്ലെങ്കിൽ വസ്തുക്കളുടെ ജ്ഞാനം പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടാമതാണ്. ബുദ്ധി ബോധം അഗ്രിയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം ആദ്യം ഗ്രഹിക്കുന്നത് ഈ പ്രത്യേകനെ തന്നെയാണ് എന്ന് ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദത്തിൽ പറയുന്നതാണ്. ഇവിടെയും ബോധത്തിന്റെ ജോലി അതാണ്. എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ബോധം സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ള വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു. രണ്ടുമുണ്ട്. ഇവിടെ പറയുന്ന ഈ ബുദ്ധിയുടെ സ്വഭാവം സ്വരൂപം തന്നെ എന്താണ്? സ്വയം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്വഭാവം തന്നെ സ്വയം തത്വത്തെ വെളിപ്പെടുത്തുകയാണെങ്കിൽ ഈ ബുദ്ധിയെ പിന്നെ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഉപാസനയ്ക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ തത്വത്തെ ഗ്രഹിച്ചാൽ പോരെ? കാരണം അതിന്റെ മുഖ്യമായ ധർമ്മം അതാണ്, പ്രകാശിപ്പിക്കുക. എല്ലാം അങ്ങനെയാണ്. അഗ്നി അതിന്റെ മുഖ്യമായ ധർമ്മം പ്രകാശിക്കുക, ചൂടായിരിക്കുക. ഓരോന്നും ഗന്ധത്തിന്റെ മുഖ്യമായ ധർമ്മം എന്താണ്? മണക്കുക. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളതിനെയും മണപ്പിക്കാം, മണമുള്ളതാക്കി മാറ്റാം. അതൊക്കെ രണ്ടാമത് വരുന്ന കാര്യം. നിങ്ങൾ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേറെ എന്ത് പണി വേണോ ചെയ്യുക, ഉപാസിക്കുകയോ എന്ത് വേണോ ചെയ്യുക. പക്ഷെ അതിന്റെ പ്രഥമമായ കർത്തവ്യം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, തന്നെ തന്നെ പ്രകാശിപ്പിക്കുകയാണ്, സ്വരൂപപ്രകാശനമാണ് എന്ന് തിരിച്ചറിയുക. അഗ്രിയായ ബുദ്ധി എന്ന് പറയുന്നതിന് അങ്ങനെയും മനസ്സിലാക്കാം. അതുകൊണ്ടും ഉപാസനയ്ക്ക് മറ്റു രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഈ ബുദ്ധി സ്വയം തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബുദ്ധിയുടെ പ്രകാശം സദാ അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രകാശത്തിന് വേണ്ടി മറ്റൊരു ക്രിയയുടെ ആവശ്യമില്ല, ഉപാസന ക്രിയയുടെ ആവശ്യമില്ല. അതാണ് പറഞ്ഞു വരുന്നത്. തത്വഗ്രഹണം അതിന്റെ സ്വഭാവം തന്നെയാണ് എന്നാണ്. ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള ഭേദമൊന്നുമില്ല. ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമൊക്കെ അജ്ഞൻ കൽപ്പിക്കുന്നതാണ്, ഈ തത്വത്തെ ബോധിക്കാത്തവൻ കൽപ്പിക്കുന്നതാണ്. തത്വഗ്രഹണം ഭേദശൂന്യമാണ്. അതുകൊണ്ട് ബുദ്ധി അഗ്ര്യമായിരിക്കുന്നു. ബുദ്ധിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ബോധത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനാണ്. എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെങ്ങനെ ഉപാസനയ്ക്ക് പോകും? താൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു, താൻ തന്നെ പ്രകാശിക്കുന്നു, താൻ സ്വയം പ്രകാശരൂപനായിരിക്കുന്നു. ഇവിടെ മറവില്ല, മറവിനെ മാറ്റാൻ ഒരു യത്നത്തിന്റെ ആവശ്യമില്ല. ഈ തിരിച്ചറിവിൽ ആ മറ നഷ്ടപ്പെട്ടു. അഭിസംബന്ധാത് പൂർവം ഐകാത്മ്യനിഷ്ഠത. ഈ അനാത്മബന്ധം ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഐകാത്മ്യനിഷ്ഠത വന്നു കഴിഞ്ഞു. ഇത് ബുദ്ധിയുടെ ഈ ജാഗ്രതയുടെ പ്രവർത്തനത്തെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു വെച്ച് നമ്മൾ മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ആദ്യം അത് പ്രകാശിക്കുന്നു, പിന്നെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. ഉദയസൂര്യൻ അത് ഉദിച്ചു വരുമ്പോൾ ആദ്യം അത് പ്രകാശിച്ചു വരുന്നു, പിന്നെ ഓരോന്നോരോന്നായി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. പ്രകാശത്തിന്റെ ഒരു സ്വഭാവമാണ്.
സ്വയം പ്രകാശിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുന്നു. സുഷുപ്തിയിൽ അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരുന്നു, ജാഗ്രതത്തിൽ അത് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കാൻ തുടങ്ങുന്നു. അത് പ്രകാശിപ്പിക്കണമെങ്കിൽ മുമ്പ് അവിടെ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കണ്ടേ? എന്നാലേ ഇവിടെ ഒന്നിനെയൊക്കെ പ്രകാശിപ്പിക്കാൻ കഴിയും. കർണ ഇന്ദ്രിയ ശരീരങ്ങളെല്ലാം പ്രകാശിപ്പിക്കണമെങ്കിൽ എന്താ ഇവിടെ ശൂന്യതയിൽ നിന്നാണോ ഇത് വന്നാലല്ലോ? ഞാൻ ഇപ്പോൾ ജാഗ്രതത്തിലിരിക്കുന്നു, കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മുമ്പ് സ്വപ്നത്തിലായിരുന്നു, അതിനു മുമ്പ് കേവല ശൂന്യത്തിലായിരുന്നു എന്നെല്ലാവരും പറയുന്നു. കേവല ശൂന്യത്തിലാണെങ്കിൽ പിന്നെ ഞാനെന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാനിനി അവിടെ നിഷേധിക്കുന്നു. മനുഷ്യ പറയുന്നു, ഞാൻ ഒന്നും അറിയാതെ സുപ്തനായിരുന്നു. അപ്പോൾ ബുദ്ധിയുടെ സ്വഭാവം എന്താണ്? ബോധത്തിന്റെ സ്വഭാവം എന്താണ്? ആദ്യം പ്രകാശിക്കുക. ഞാനവിടെ പ്രകാശിച്ചുകൊണ്ടിരുന്നു, ഇവിടെ വന്ന് വീണ്ടും പ്രകാശിപ്പിക്കുന്നു സർവത്തെയും. ഇതാണ് പരമാർത്ഥമെങ്കിൽ ഇവിടെ ഉപാസനയുടെ ആവശ്യമൊന്നും ഉപാസനയുടെ ആവശ്യമില്ല. ഇവിടെ ഇന്ന് ഐകാത്മ്യനിഷ്ഠത എന്നാണ്. ആ ഐകാത്മ്യനിഷ്ഠ ബോധത്തിന് മുമ്പാണ്. ബോധം എന്ന് പറയുന്ന അനാത്മാഭിസംബന്ധം. അനാത്മാഭിസംബന്ധം. ഈ അനാത്മാഭിസംബന്ധമായിട്ട് ഈ ജാഗ്രതത്തിന് സ്വപ്നത്തെ എടുക്കും. ഇവിടെ അനാത്മാഭിസംബന്ധം, അനാത്മാക്കളുമായിട്ടുള്ള ബന്ധമുണ്ട്. ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ഈ കരണങ്ങൾ, നാമരൂപങ്ങൾ, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ എല്ലാവുമായിട്ട് ബന്ധമുണ്ട്. അനാത്മാഭിസംബന്ധം. അതിനു മുമ്പ് ഐകാത്മ്യനിഷ്ഠത എവിടെ? ആ സുഷുപ്തി. ആ രീതിയിലും മനസ്സിലാക്കാം, ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുകയാണ്. എന്താ അവിടെ ആർക്കെങ്കിലും ബോധം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇവിടേക്ക് വന്ന് ഇതൊക്കെ അനുഭവിക്കുന്നു. ഇത് സർവപ്രാണിഭൃതാം ബുദ്ധി. സർവപ്രാണികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ജ്ഞാനി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, മനുഷ്യൻ മൃഗം എന്നുള്ള വ്യത്യാസമില്ല. സർവ്വജീവികളിലും ഇതിങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം തത്വമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സർവപ്രാണിക ഇത്യർത്ഥോ വചസുഭ്യ. അതുകൊണ്ടാണ് ദൃശ്യതേത് അഗ്രയാ ബുദ്ധി, ആ പ്രാഥമ്യമായ ബുദ്ധി. അതുകൊണ്ട് ഈ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ജാഗ്രതയിൽ വന്നിട്ട് മനസ്സിൽ പല വികല്പങ്ങൾ വന്ന് ഇതിനെല്ലാം നിഷേധിക്കേണ്ടി വരുമ്പോൾ അവിടെ നീതി തുടങ്ങിയ ബുദ്ധികൾ, തത്വമസി എന്ന ബുദ്ധി, സർവം ഖണ്ഡിതം ബ്രഹ്മ എന്ന് പറയുന്ന ബുദ്ധി, ആത്മീയവേദം ബ്രഹ്മവേദം തുടങ്ങിയ ബുദ്ധികൾ, അതെല്ലാം ഇവിടെ ഉണ്ടാവും. വാസ്തവത്തിൽ ആ സ്വരൂപബോധം എപ്പോഴും ഒരു മാറ്റവുമില്ലാതെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. യേശോ അർത്ഥോപസ്ഥ ഉപാസവിദുർഭവേ തസ്യ വചസ യേശോ അർത്ഥ. ഇവിടെ പറഞ്ഞത് സർവം സമർപ്പിതം എന്നിവരെ പറഞ്ഞ കാര്യങ്ങൾ എന്റെ താല്പര്യം ഇതാണ്. ഉപാസനാവിധി, ഇവിടെ ഉപാസന വിധിയൊന്നുമില്ല. പ്രധ്വസ്തഭേദ ഐകാത്മ്യേ ഉപാസന വിധുരയത. പ്രധ്വസ്തഭേദേ, ഭേദത്തെ നിഷേധിച്ച ഐകാത്മ്യേ, ഏകാത്മതത്വത്തിൽ ഉപാസന വിധുരയത. ഉപാസവിധി ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല, അത് സംഭവിക്കുന്നില്ല. ചക്രക്ലത്തിൽ അതോ അസാധ്യേ
ശ്രുത്യാദിമിതി ബാഹ്യത തദ്ദേതതി വാക്യാർത്ഥോ ഗ്രാഹ്യോത സംഭവാത്മിതേഹേ. അതുകൊണ്ട് ഈ ചക്രക്ലിപ്തി, ഈ ചക്രകൽപ്പന, ഭാവന, ഏത് കാര്യത്തിനും ഭാവന വേണം, ഏത് കാര്യത്തിനും ഉപാസന വേണം. എവിടെ ഇത്തരം ചിത്രങ്ങൾ കണ്ടാലും അതെല്ലാം ഉപാസിക്കാനാണ്. അസാധ്യ, അത് സാധ്യമായ അതല്ല, ശരിയല്ല. ശ്രുത്യാദിമിതി, ശ്രുതിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. നമ്മളതിന് ശ്രുതിയർത്ഥം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശ്രുതി ബാഹ്യമായ അർത്ഥമാണ്, ബാഹ്യത. എന്തുകൊണ്ട്? തദ്ദേതതി വാക്യാർത്ഥം, തദ്ദേതത് ബ്രഹ്മ തസ്മാത് സർവഭൂ തദ്ദേതത് ബ്രഹ്മ പൂർവാനുപരം. ഇവിടെയെല്ലാം ഏകത്വത്തെ ബോധിപ്പിക്കുകയാണ്, സർവാത്മഭാവത്തെ ബോധിപ്പിക്കുകയാണ്. ആ സർവാത്മഭാവത്തിനൊരു ദൃഷ്ടാന്തമായിട്ട് മാത്രമാണ് ഈ ചിത്രത്തെ ഇവിടെ കാണിച്ചത്. തദ്ദേതതി വാക്യാർത്ഥമൊക്കെ അത് സംഭവാൻ മിത്തേഹേ. അതുകൊണ്ട് ഇത്തരത്തിലാണ് ഇതിനെ ഗ്രഹിക്കേണ്ടത്, അല്ലാതെ ഉപാസനപരമായിട്ടല്ല ഗ്രഹിക്കേണ്ടത്. ആ തത്വബോധത്തിനൊരു ദൃഷ്ടാന്തം എന്ന് മനസ്സിലാക്കണം എന്നാണ്. शांति शांति शांति.